നമസ്കാരം. നട്ടലിൻ്റെ ഡിസ്ക് സംബന്ധമായ പ്രശ്നങ്ങളുമായി വരുന്ന പേഷ്യൻറ്റിൽ എന്തൊക്കെ തരത്തിലുള്ള ഡിസ്ക് പ്രോബ്ലംസ് ആണ് സർജറിയിലേക്ക് പോവേണ്ടി വരുന്നത് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്നാമതായിട്ട് 6 മുതൽ 8 ആഴ്ച വരെയുള്ള ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ കൺസർവേറ്റീവ്ലി ട്രൈ ചെയ്ത് നോക്കിയിട്ടും നിങ്ങളുടെ പെയിനിന് യാതൊരു തരത്തിലുള്ള വ്യത്യാസവും വരുന്നില്ല, അല്ലെങ്കിൽ പെയിൻ ഒരല്പം കുറയുകയും പിന്നെ വീണ്ടും അതുപോലെ തന്നെ തിരികെ വരികയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും അത് സർജിക്കലി കറക്റ്റ് ചെയ്യേണ്ട ഒരു കണ്ടീഷനിലേക്കായിരിക്കാം നിങ്ങളുടെ ഡിസ്കിൻ്റെ സ്റ്റേജ് ആയിരിക്കുന്നത്. രണ്ടാമതായിട്ട് പെട്ടെന്നുണ്ടാകുന്ന ഒരു വീക്ക്നെസ്, അതായത് നമ്മുടെ കൈയുടെ ഗ്രിപ്പിൻ്റെ പവർ കുറഞ്ഞു പോകുക, കൈകൾ ഉയർത്താൻ പറ്റാതിരിക്കുക, കാലിന് നടക്കാനായിട്ട് പ്രയാസം തോന്നുക, നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ബക്ലിംഗ് പോലെ വന്ന് നമ്മൾ വീഴാൻ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരിക, ഫൂട്ട് ഡ്രോപ്പായി പോകുക, അല്ലെങ്കിൽ നടത്തത്തിൻ്റെ പാറ്റേൺസിൽ വ്യത്യാസമുണ്ടാകുക, ബാലൻസിന് വ്യത്യാസമുണ്ടാകുക, ഇങ്ങനെ ഉണ്ടാകുന്നത് പലപ്പോഴും ഒരു ന്യൂറോളജിക്കൽ ഡെഫിസിറ്റിനെയാണ് കാണിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ കേസസിലും ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു പ്രോഗ്രസീവ് ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ് നമുക്ക് പലപ്പോഴും സർജിക്കലി ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ കറക്റ്റ് ചെയ്യേണ്ട ഒരു കണ്ടീഷനാണ്. അടുത്തതായിട്ട് ബവൽ ആൻഡ് ബ്ലാഡർ ഇൻവോൾവ്മെൻറ്റ്, അതായത് നമ്മുടെ ഒരു പേഷ്യൻറ്റിന് യൂറിനേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുകയോ അതല്ലെങ്കിൽ യൂറിനറി ഇൻകോണ്ടിനൻസ് ഉണ്ടാകുകയോ നമുക്ക് ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുകയോ ആ ഒരു സെൻസേഷൻസ് പലപ്പോഴും അറിയാതിരിക്കുകയോ ചെയ്യുന്ന തരത്തിലുള്ള ചേഞ്ചസ് നമ്മളിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാകുകയാണെങ്കിൽ അത് പലപ്പോഴും സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസ്ക് ഇഷ്യൂവിനെയാണ് കുറിക്കുന്നത്. കാരണം അത് പലപ്പോഴും ലംബാർ ഏരിയയിൽ ഉണ്ടാകുന്ന നട്ടലിൻ്റെ ഡിസ്ക് പ്രൊലാപ്സും അതുമൂലം ഉണ്ടാകുന്ന കോഡ ഇക്കോനസ് സിൻഡ്രോം എന്ന് പറഞ്ഞ ഒരു അസുഖവുമാണ്. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള കംപ്രഷനെ മാറ്റി ആ നാഡികളെ എത്രയും പെട്ടെന്ന് സംരക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും അത് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഡാമേജിലേക്ക് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്.